ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി സ്നാക്കുമായിട്ടാണ്. പിസ്സ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ലല്ലോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പിസ്സ സമൂസയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഒരു വലിയ ബൗളിൽ 2 ടേബിൾ സ്പൂൺ ഒനിയൻ, 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായി മുറിച്ചത്, 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, 2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് ഒലീവ്, 1 ടേബിൾ സ്പൂൺ ജലാപ്പിനോ, 2 ടീസ്പൂൺ ടൊമാറ്റോ, 2 ടീസ്പൂൺ മൊസറല്ല ചീസ്. ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അത് 1 കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി വേണ്ടത് ഒറിഗാനോ ആണ്. ഇത് 1/2 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ പിസ്സ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇവയെല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ റെഡിമെയ്ഡ് സമൂസ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് എല്ലാ ഭാഗത്തേക്കും മൈദ വെച്ച് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം സമൂസയുടെ ഷേപ്പിലാക്കിയെടുക്കാം. എനിക്ക് ഈ ഫില്ലിംഗ് വെച്ച് 12 സമൂസയ്ക്കുള്ള ഫില്ലിംഗ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഒരേപോലെ കുക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഈ റമദാനിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.